1970-കളിൽ മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്ന ഒരു നടിയായിരുന്നു വിജയശ്രീ. 1953 ജനുവരി 8 വാസുപിള്ളയുടെയും വിജയമ്മയുടെയും മകളായി തിരുവനന്തപുരത്തെ മണക്കാട് എന്ന സ്ഥലത്തെ വിളക്കാട്ട് കുടുംബത്തിലാണ് വിജയശ്രീയുടെ ജനനം. വിജയശ്രീക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരുടെ ആദ്യ സിനിമ 1966 പുറത്തിറങ്ങിയ ചിത്തിയായിരുന്നു. 1969 തിക്കുറിശി സുകുമാരൻ നായർ സംവിധാനം ചെയ്ത പൂജാപുഷ്പം എന്ന സിനിമയിലാണ് മലയാളത്തിൽ ആദ്യം അഭിനയിക്കുന്നത്. മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്ന നടിയായിരുന്നു വിജയശ്രീ. തന്റെ തുറന്ന അഭിനയത്തിന്റെ പേരിലും തന്റെ മേനിയഴകും സൗന്ദര്യവും കൊണ്ട് 60കളിലെ യുവത്വത്തിന്റെ സിരകളെ ത്രസിപ്പിക്കാൻ വിജയശ്രീക്ക് കഴിഞ്ഞിരുന്നു. വിജയശ്രീയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു അങ്കത്തട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട എന്നിവ. ഇതിൽ മിക്ക ചിത്രങ്ങളിലും നായകൻ പ്രേം നസീർ ആയിരുന്നു. അതുപോലെ തന്നെ തന്റെ അഭിനയ ജീവിതത്തിലെ ചിത്രങ്ങൾ എല്ലാം തന്നെ ഉദയ സ്റ്റുഡിയോയുടെയും മെറിലാൻഡ് സ്റ്റുഡിയോയുടെയും ബാനറിൽ നിർമ്മിച്ചവയായിരുന്നു. അക്കാലത്തെ മലയാളത്തിലെ വാണിജ്യ സിനിമകളുടെയെല്ലാം വിജയ ഘടകമായിരുന്നു വിജയശ്രീ. എന്നാൽ തന്റെ 21ാം വയസ്സിൽ മരണം വിജയശ്രീയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയശ്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ദാരുണ സംഭവം മലയാള സിനിമയെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. മലയാള ചലച്ചിത്ര വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് വിജയശ്രീയുടെ ആത്മഹത്യക്ക് വഴിതെളിയിച്ചതെന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. 1974 മാർച്ച് 17 21ാം വയസ്സിൽ വിജയശ്രീ ആത്മഹത്യ ചെയ്തുവെന്ന് പൊതുവായി വിശ്വസിക്കപ്പെടുന്നു. പൊന്നാപുരം കോട്ട എന്ന സിനിമാ ചിത്രീകരണ സമയത്ത് മലയാള സിനിമയിലെ അക്കാലത്തെ ഒരു പ്രമുഖ സംവിധായകനായ കുഞ്ചാക്കോ പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ അവിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു വീണ വേളയിൽ വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിച്ചു. തുടർന്ന് നിരന്തരമായി ആ വീഡിയോ ക്ലിപ്പുകൾ കാട്ടി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. ഇക്കാര്യം 1973 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ നാനാ ഫിലിം വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ വിജയശ്രീ വെളിപ്പെടുത്തിയിരുന്നു. പ്രേം നസീറിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഉദയ മൂവീസിന്റെ ബാനറിൽ വിജയശ്രീ അഭിനയിക്കുമ്പോൾ അവർക്ക് നിരവധി മോശ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ, ഡയറക്ടറും പ്രൊഡ്യൂസറുമായ കുഞ്ചാക്കോ ഇന്ന് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബന്റെ മുത്തശ്ശനാണ്. ആള് വളരെ കർക്കശക്കാരനും ആരെയും കൂസാത്ത സ്വഭാവക്കാരനുമാണ്. അക്കാലത്തും സിനിമാ രംഗത്ത് ബ്ലാക്ക് മെയിലിംഗ് നന്നായിട്ടു തന്നെ നടന്നിരുന്നു. ബ്ലാക്ക് മെയിലിംഗിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതാണെന്ന വാദം നിലനിൽക്കുന്നു. അതല്ല, മറ്റു ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു. അവരുടെ മരണത്തെക്കുറിച്ച് എന്തായാലും ഒട്ടേറെ നിഗൂഢതകൾ നിലനിൽക്കുന്നു. വിജയശ്രീ തന്റെ എല്ലാ നിഷ്കളങ്കതയോടുകൂടിയും കുട്ടികളെ അതിയായി സ്നേഹിച്ചിരുന്നു. അവരുടെ അടുത്തു വരുന്ന കുട്ടികൾക്ക് അവർ എല്ലായ്പ്പോഴും മിഠായി, മധുരപലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തിരുന്നു. പ്രശസ്തിയുടെ ഉത്തുംഗത്തിൽ നിൽക്കവെയായിരുന്നു അവരുടെ അപ്രതീക്ഷിത മരണം. വിജയശ്രീയുടെ മരണത്തിനു ശേഷം അഭിനയിച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും വമ്പൻ ഹിറ്റായി മാറി. അവസാന ചിത്രത്തിലെ നായകൻ രാഘവനായിരുന്നു. ഒരു കാലത്ത് മലയാളത്തിലെ മെർലിൻ മൺറോ എന്നറിയപ്പെട്ട ആളായിരുന്നു വിജയശ്രീ. അമേരിക്കൻ അഭിനേത്രിയും ഗായികയും മോഡലും പോപ്പ് ഐക്കണുമായ മെർലിൻ മൺറോ 40 ഉറക്കഗുളികയാൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചെങ്കിൽ വിജയശ്രീ മൂട്ടവിഷം കഴിച്ചാണ് തന്റെ ജീവിതം അവസാനിപ്പിച്ചത്. അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കവെയാണ് ഈ 2 മഹാപ്രതിഭകളും ഏറെ ദുരൂഹതകൾ നിറച്ച് ലോകത്തോട് വിട പറഞ്ഞത്. ഒട്ടേറെ ചിത്രങ്ങളിൽ ഗ്ലാമർ വേഷങ്ങളുമായി ആ നടി ശോഭിച്ചു. KP കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത രക്തപുഷ്പം എന്ന ചിത്രത്തോടെയാണ് മലയാള സിനിമ വിജയശ്രീയെ ശ്രദ്ധിച്ചത്. നിത്യഹരിത നായകനായ പ്രേം നസീറുമൊത്ത് അനവധി ചിത്രങ്ങളിൽ ഇക്കാലയളവിൽ അവർ അഭിനയിച്ചു. പോസ്റ്റ്മാനെ കാണുവാനില്ല, അജ്ഞാതവാസം, മറവിൽ തിരിവ് സൂക്ഷിക്കുക, ലങ്കാദഹനം, പൊന്നാപുരം കോട്ട, പത്മവ്യൂഹം, പഞ്ചവടി, ആരോമലുണ്ണി, സംഭവാമി, യുഗേ യുഗേ തുടങ്ങിയ അക്കാലത്തെ ഹിറ്റു ചിത്രങ്ങളിൽ നസീർ വിജയശ്രീ ജോഡികൾ ഒന്നിച്ചു. ഗ്ലാമർ നർത്തകി എന്നും ഗ്ലാമർ നടി എന്നുമുള്ള പേരുകളിൽ നിന്നും വിജയശ്രീ രക്ഷ നേടാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് സ്വർഗപുത്രി, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ, യൗവനം, ആദ്യത്തെ കഥ തുടങ്ങിയ കുടുംബ ചിത്രങ്ങളിൽ അഭിനയിച്ചത്. നല്ല അഭിനേത്രി എന്ന പേരു നേടിയ ശേഷമാണ് അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. നടി ആത്മഹത്യ ചെയ്തതാണെന്നും അല്ലെന്നുമുള്ള ദുരൂഹത വിജയശ്രീയുടെ കാര്യത്തിൽ ഇന്നും ഉത്തരം കിട്ടാതെ തുടരുകയാണ്. എന്നാൽ വിജയശ്രീയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പറയുകയാണ് നടി ശ്രീലത നമ്പൂതിരി. ബാംഗ്ലൂരിൽ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തുവെന്ന് അറിയുന്നത്. അന്ന് കേട്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ വിജയശ്രീ ഒരു ചായ കുടിച്ചു, അത് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. 24 വയസ്സോ മറ്റോ മാത്രമാണ് അന്ന് അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശ്രീലത നമ്പൂതിരി പറയുന്നു.
വിജയശ്രീയെ ശരിക്കും ചതിച്ചത് ആരാണ്? ഒപ്പം അഭിനയിച്ചവരോ, അവരുടെ പടമെടുത്തവരോ, മാതാപിതാക്കളോ, അതോ പബ്ലിസിറ്റി കൊടുത്ത് അവരെ മുൻനിരയിൽ എത്തിച്ച മാധ്യമങ്ങളോ? ഇന്നും നിഗൂഢമാണ് ഇവരുടെ മരണം. നിഷ്കളങ്കയായ വിഗ്രഹപൂർണമായ ഒരുവൾ സിനിമയ്ക്കും വീട്ടുകാർക്കും വേണ്ടി അവളുടെ ജീവിതവും സമ്പാദ്യവുമെല്ലാം പകുത്തു നൽകി. സ്വയം ജീവിക്കാൻ മറന്നുപോയവൾ. എന്നിട്ടും അവൾക്ക് നീതി ലഭിച്ചില്ല. വിജയശ്രീയുടെ അമ്മയായ തിരുവനന്തപുരക്കാരി വിജയകുമാരി എന്ന വിജയമ്മയ്ക്ക് ഒരു സിനിമാ നടിയാവാനായിരുന്നു ആഗ്രഹം. കുടുംബ സുഹൃത്തായ തിക്കുറിശ്ശിയുടെ നായികയായി അവർക്ക് അവസരം ലഭിച്ചു. പിന്നീട് അതെങ്ങനെയോ ഇല്ലാതെയായിപ്പോയി. പിന്നീട് വിജയകുമാരിക്ക് ഒരു മകൾ ജനിച്ചപ്പോൾ തിക്കുറിശ്ശി അവർക്ക് വാക്കുകൊടുത്തു, ഇവളെ ഞാനൊരു നായികയാക്കുമെന്ന്. വിജയശ്രീയുടെ യഥാർത്ഥ നാമം സ്നേഹലത എന്നായിരുന്നു. നസീമ എന്നും പേരുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു. വിജയശ്രീക്ക് നസീമ എന്ന പേര് വരാനുള്ള കഥകൾ പ്രചരിക്കുന്നത് ഇങ്ങനെ: വിജയശ്രീയുടെ അമ്മ ഒരു മുസ്ലിം തങ്ങളെ സ്നേഹിച്ചിരുന്നുവെന്നും അവരുടെ യഥാർത്ഥ നാമം സുബൈദ എന്നാണെന്നും അതിലുണ്ടായ മകളാണ് നസീമ എന്ന വിജയശ്രീ എന്നും. വാസുപിള്ള എന്ന വിജയശ്രീയുടെ അച്ഛൻ രണ്ടാനച്ഛനാണെന്നും വിജയശ്രീയുടെ അമ്മ അവരുടെ കൂടെ ഒളിച്ചോടി മദ്രാസിൽ സ്ഥിരതാമസമാക്കിയതുമെന്നാണ് വേറൊരു കഥ. കുടുംബ സുഹൃത്തായ തിക്കുറിശ്ശി വിജയശ്രീയെ നിമ്മി എന്നും മോളെ എന്നുമാണ് വിളിച്ചിരുന്നത്. തിക്കുറിശ്ശിയുടെ സിനിമയായ പൂജാ പുഷ്പത്തിൽ വിജയശ്രീ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. തമിഴ് സിനിമാ സംവിധായകൻ KS ഗോപാലകൃഷ്ണനായിരുന്നു വിജയശ്രീയെ ചിത്തി എന്ന സിനിമയിലൂടെ തമിഴ് സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തിയത്. KS ഗോപാലകൃഷ്ണന്റെ സഹോദരൻ കാശിക്ക് വിജയശ്രീയോട് ആത്മാർത്ഥമായ പ്രണയവുമുണ്ടായിരുന്നു. വിജയശ്രീയുടെ പിതാവ് വാസുപിള്ളയ്ക്ക് തേയില കച്ചവടമായിരുന്നു ജോലി. ഗുരു ഗോപിനാഥ് ഭോപ്പാൽ എന്നിവരുടെ കീഴിൽ നൃത്തവും അഭ്യസിച്ചിരുന്നു. സ്നേഹലത എന്ന പേരിൽ നിന്നും വിജയശ്രീയിലേക്കുള്ള യാത്രയും KS ഗോപാലകൃഷ്ണന്റെ ചിത്തി എന്ന സിനിമയിലൂടെയാണ്. സിനിമാ ലോകത്ത് പിന്നെ വിജയശ്രീയെ കുറിച്ച് പറയാനേ എല്ലാവർക്കും നേരമുണ്ടായിരുന്നുള്ളൂ. അത്ര കണ്ട് പ്രശസ്തി ആർജിച്ച ഒരു നടി. ബോളിവുഡിൽ അപരാധി, കുന്ദൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചു. 30ഓളം മലയാള സിനിമകളിൽ പ്രേംനസീറിന്റെ കൂടെ അഭിനയിച്ച വിജയശ്രീ 20ലും അദ്ദേഹത്തിന്റെ നായികയായി വേഷമിട്ടു. ഉദയ മൂവീസിനെ അപേക്ഷിച്ച് മെറിലാൻഡ് മൂവീസ് നടിക്ക് 3 ഇരട്ടി ശമ്പളമായിരുന്നു നൽകിയത്. തിരുവനന്തപുരത്തും മദ്രാസിലുമായി 3 വീടുകൾ വിജയശ്രീ സ്വന്തമാക്കിയിരുന്നു. സ്വന്തം മുറിയിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ വിജയശ്രീ എൻലാർജ് ചെയ്തു വെച്ചിരുന്നു. കുട്ടികളോടുള്ള അമിതമായ സ്നേഹ കാരണമായിരുന്നു ഇത്. സിനിമാഭിനയം അവസാനിപ്പിക്കാനും കുടുംബജീവിതം നയിച്ച് ഒതുങ്ങിക്കൂടാനും നടി ഏറെ ആഗ്രഹിച്ചിരുന്നതായി പ്രശസ്ത നടി പങ്കജം അവരുടെ ആത്മകഥയായ കനലാട്ടത്തിൽ പറയുന്നുണ്ട്. വിജയശ്രീക്ക് അഭിനയിച്ച പടങ്ങൾക്ക് ഏറെക്കുറെ പ്രതിഫലം നൽകാതെ വന്നപ്പോൾ ഉദയ മൂവീസ് വിട്ടു. പി സുബ്രഹ്മണ്യത്തിന്റെ മെറിലാൻഡ് മൂവീസിൽ അഭിനയിക്കുവാനും തുടങ്ങി. വിജയശ്രീയുടെ സമ്പാദ്യം മാത്രം ആഗ്രഹിച്ചവരായിരുന്നു അവരുടെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ അമ്മ വിജയലക്ഷ്മി. മെറിലാൻഡ് പ്രൊഡക്ഷൻസിൽ അഭിനയിച്ചാൽ പിന്നെ നിനക്ക് സിനിമയുണ്ടാവില്ലെന്ന് ഉദയ മൂവീസ് സ്ഥാപകനായ കുഞ്ചാക്കോ വിജയശ്രീയെ ഭയപ്പെടുത്തിയിരുന്നു. വിജയശ്രീ അസീംബായ് എന്ന പ്രൊഡ്യൂസറുമായി പ്രണയബന്ധം ഉണ്ടായിരുന്നുവെന്ന് ചിലർ പറയുന്നു. പുന്നാപുരം കോട്ട എന്ന സിനിമയിൽ നഗ്നരംഗം തിയേറ്ററിൽ പ്രചരിച്ചതോടെ അസീംബായ് വിജയശ്രീ ബന്ധം അവിടെ അവസാനിച്ചു. അസീംബായ് വിജയശ്രീക്ക് മാത്രമായി എടുത്ത സിനിമയായിരുന്നു അങ്കത്തട്ട്. 1974 മാർച്ച് 17 വൈകുന്നേരം വെറും 21 വയസ്സ് പ്രായമുള്ളപ്പോൾ മെറിലാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഒരു പുതിയ സിനിമയുടെ പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ വിജയശ്രീ മുകളിലെ മുറിയിലെ റൂമിൽ നിന്നും വിഷം കഴിച്ചതായി പറയപ്പെടുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അച്ഛൻ വാസുപിള്ള പാർട്ടി കഴിഞ്ഞ് മെറിലാൻഡ് പ്രൊഡക്ഷൻസിന്റെ സ്ഥാപകനായ പി സുബ്രഹ്മണ്യത്തെയും അനുയായികളെയും യാത്രയക്കാൻ പോയിരുന്നു. വിജയശ്രീയുടെ മുകളിലത്തെ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന കാസിം സേട്ടും കുടുംബവും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മകളുമായി കളിക്കുകയെന്ന് വിചാരിച്ച വിജയശ്രീയുടെ അമ്മ പിന്നീട് ക്ഷീണിതയായി മുകളിലെ പടികൾ ഇറങ്ങി വരുന്ന വിജയശ്രീയാണ് കണ്ടത്. മരണത്തിന് തൊട്ടു മുൻപേ വിജയശ്രീയുടെ വീട്ടിൽ 3 തവണ ഫോൺ കോളുകൾ വന്നിരുന്നു. വിജയശ്രീയുടെ അമ്മ 2 തവണ ഫോൺ എടുത്തപ്പോൾ അത് കട്ടായി. പിന്നീട് വിജയശ്രീ കോൾ എടുക്കുകയും സംസാരിക്കുകയും പിന്നീട് നേരെ മുകളിലെ റൂമിലേക്കാണ് പോയത്. മരണശേഷം വിജയശ്രീയുടെ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു. പിന്നീട് വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന കാസിം സേട്ടിന്റെ ഭാര്യ നസീമയാണ് വിഷം കലർത്തിയ ചായ വിജയശ്രീക്ക് കൊടുത്തതെന്നും പറയപ്പെടുന്നു. ഇതിനു കാരണം വിജയശ്രീയുടെ മരണശേഷം നസീമയും വിഷം കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. വിജയശ്രീയുടെ മരണകാരണം CBI അന്വേഷിച്ചത് പോലും പുറത്തു വന്നില്ല. മരണശേഷം ഒരു ദിവസം മുഴുവൻ മദ്രാസിലെ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ അനാഥമായി വെറും നഗ്നയായി തറയിൽ കിടക്കേണ്ടി വന്നു. വീട്ടുകാർ വിജയശ്രീയുടെ ബോഡി അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോയി. മലയാള സിനിമാ ലോകത്ത് നിന്നും ആരും തന്നെ അവരെ കാണാനൊന്നും അവിടെ എത്തിയില്ല. ഒപ്പം അഭിനയിച്ച പ്രേംനസീർ പോലും. ഒരുപക്ഷെ ഉദയ സ്റ്റുഡിയോസിന്റെ കുഞ്ചാക്കോ അവരെ വിലക്കിയിട്ടുണ്ടാവാം. പക്ഷേ മലയാള സിനിമയിലെ പ്രശസ്ത നടൻ രാഘവൻ മാത്രം ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും അവരെ കാണാൻ മദ്രാസിലേക്ക് പോയി.
എന്നാലും എന്തായിരിക്കും അവരുടെ മരണത്തിന്റെ സത്യാവസ്ഥ അറിയില്ല. എങ്കിലും ഏറെ ദ്രോഹിച്ച കുഞ്ചാക്കോയും ഉദയ സ്റ്റുഡിയോസും പിന്നെ ആയുസുണ്ടായില്ല. കടം പെരുകി എല്ലാം പൂട്ടി. ഒരു സ്ത്രീ ശക്തിയുടെ ശാപം കുഞ്ചാക്കോവിന്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.